മലപ്പുറം ആദവനാട് ഊരോത്ത് പള്ളിയാലിൽ മിനി ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ക്ലീനർ മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മണിക്കൂറുകൾ നീണ്ട ഊർജിതമായ ശ്രമത്തിനൊടുവിലാണ് മുസ്തഫയെ പുറത്തെടുത്ത് നിയന്ത്രണം വിട്ട ലോറി ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയായിരുന്നു നാട് കടന്നുപോയത്. പക്ഷേ 6 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുസ്തഫയെ പുറത്തിറക്കാനായി എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നാടുള്ളത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർ ഓഫീസർമാരും ഒപ്പം സ്ഥലം MLA കുറുക്കോളി മൊയ്തീനും ഉണ്ട്. വളരെ ദുഷ്കരമായ രക്ഷാദൗത്യമായിരുന്നു. പക്ഷേ കഠിന പ്രയത്നം തന്നെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു രക്ഷാദൗത്യമാണ് നമ്മൾ കണ്ടത്. ഇവിടെ നാടാകെ നെടുങ്ങിയ ഒരു അപകടമാണ് ഇവിടെ നടന്നത്. ഇങ്ങനെ ഒരു കോറി ഇവിടെ ഉണ്ട് എന്ന് തന്നെ ഈ പരിസരവാസികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇവിടെ അപകടം നടന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഇപ്പുറത്തുള്ള കോറിയിലേക്ക് മറന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെയായിരുന്നാൽ നമ്മുടെ ഈ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചെയ്ത ഈ ത്യാഗപൂർണമായ ഇടപെടലിനെ, ഈ ത്യാഗോജ്വലമായിട്ട് ഈ പ്രവർത്തനങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഉത്കണ്ഠ നിറഞ്ഞ മണിക്കൂറുകളോളം ആകെ ആശങ്കയുമായിരുന്നു. നമ്മുടെ സ്കൂബ ഡൈവർമാർ ഉൾപ്പെടെ വളരെ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ, കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നല്ലേ? താഴെ പോകുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ഓയിൽ ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതിനെ കോർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടു. പിന്നെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക്കാണത്. ഇത്ര ഹൈറ്റിലേക്ക് ഇത്ര വെയിറ്റുള്ള സാധനം വരുമ്പോൾ പിന്നെ ആളെ ഉള്ളിന് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. വാഹനം കുറച്ചൊരു വാട്ടർ ലെവലിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആളെ എടുക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും പിന്നെയും നമുക്ക് ആളെ എടുക്കാൻ നമ്മളുടെ ഹൈഡ്രോളിക് ഉപകരണങ്ങളെ സഹായം വേണ്ടി വന്നു. വണ്ടി വീണ ഒരു ഇമ്പാക്റ്റിൽ പൂർണ്ണമായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അപ്പം ആളെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആളെ പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ സ്കൂബ ടീമുകൾ വളരെയധികം വലിയൊരു എഫേർട്ടാണ് എടുത്തത്. ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. നമുക്കൊരു ജീവൻ നഷ്ടമായി. എവിടെയും നാടൊറ്റക്കെട്ടായി നിന്ന ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാഴ്ചയാണ് ആദവനാട് എന്ന് കണ്ടത്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.